എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രഹ്മമുഹൂർത്ത സമയത്തെക്കുറിച്ച്, ആ സമയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നിരവധി പേരറിയാത്തവരായിട്ട് നിരവധി ആൾക്കാരുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ രാവിലെ എണീക്കുക എന്നുള്ളതൊരു ശീലമാക്കിയാൽ തന്നെ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ മാറിക്കിട്ടും. കാരണം ഈ ഒരു സമയത്ത് എണീക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. അത്രയും നേരത്തെ നമ്മൾ എണീക്കുക, പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ എണീക്കുക എന്നുള്ളത് പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷേ ഈ ഒരു സമയത്തുള്ള നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ പൂജകൾ, വഴിപാടുകൾ, ഇതിനൊക്കെ ഇരട്ടി ഫലമാണ്. തീർച്ചയായിട്ടും ഈ സമയത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും ഇല്ലാണ്ടാക്കാൻ ഇത് മാത്രം മതി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു സമയത്തിൻ്റെ പ്രാധാന്യം അത്രയും വലുതാണ്. പണ്ട് കാലത്തൊക്കെ നമ്മൾ വീടുകളിലൊക്കെ കുട്ടികളെ ശീലിപ്പിക്കാറുള്ളത് നേരത്തെ എണീറ്റ് പഠിക്കുക എന്നുള്ളതാണ്. സ്കൂളിൽ പോണ കുട്ടികൾ പ്രത്യേകിച്ചും രാവിലെ നേരത്തെ എണീക്കുക പഠിക്കുക എന്നുള്ളതൊരു ശീലമായിരുന്നു അവരുടെ. പക്ഷേ ഇന്ന് നേരെ തിരിച്ചാണ്. വൈകി കിടക്കുകയും വൈകി എണീക്കുകയും ചെയ്യുന്നൊരു സംസ്കാരമാണ് നമ്മൾ ഇന്ന് പിന്തുടരുന്നത്. അപ്പോൾ ഒരു മാറ്റം നമ്മൾ കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ ഈ മാറ്റം ഉണ്ടായാൽ മാത്രമേ, എല്ലാ ദിക്കിലും ഇങ്ങനൊരു മാറ്റം ഉണ്ടായാൽ മാത്രമേ നമുക്ക് സുരക്ഷിതമായ നല്ലൊരു ഭാവി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ബ്രഹ്മമുഹൂർത്തത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മൾ എന്തൊരു കാര്യം ആഗ്രഹിച്ച് നമ്മൾ ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുന്നുവോ ആ കാര്യം നമ്മൾക്ക് കിട്ടിയിരിക്കും. ഈ പ്രപഞ്ചം ശക്തികൾ മുഴുവനായിട്ട് നമ്മുടെ കൂടെ നിൽക്കും. ഈ ഒരു കാര്യം നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ന്യായമായിട്ടുള്ള എന്തൊരാഗ്രഹവും നമുക്ക് നടന്നു കിട്ടും. ഈ പറഞ്ഞ മാതിരി ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ചിലർക്ക് നടക്കാൻ ഇത്തിരി വൈകി എന്നിരിക്കും. എത്ര വൈകിയാലും നമ്മൾ ആ ഒരു ആത്മവിശ്വാസം കൈവിടാതെ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുക. എന്തു കാര്യവും അങ്ങനെയല്ലേ, നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകരുത്. നമ്മൾ വിശ്വാസത്തോടു കൂടി കൂടുതൽ വിശ്വാസത്തോടു കൂടി അതിനു വേണ്ടി തന്നെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ആ ഒരു കാര്യം നമ്മളിലേക്ക് എത്തും. അപ്പോൾ ഈ ബ്രഹ്മമുഹൂർത്ത സമയത്ത് നമ്മളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. നമുക്ക് ആഗ്രഹം എന്താണോ, നമ്മുടെ ആവശ്യം എന്താണോ, ആ ആവശ്യം നമുക്ക് രാവിലെ എണീറ്റ് കുളിച്ച് രാവിലെ തന്നെ നമ്മൾ വിളക്ക് കൊളുത്താറുണ്ടല്ലോ. ഇനിയിപ്പോൾ ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തുന്ന ആളുകളാണെങ്കിൽ അത് കൊളുത്തുന്നതോടുകൂടി മറ്റ് ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ തന്നെ നമ്മൾ രാവിലെ എണീറ്റ് സാധാരണ നമ്മൾ പൂജാമുറിയിൽ വിളക്ക് കൊളുത്താറുണ്ടല്ലോ. അത് കൊളുത്തി കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പുസ്തകം എടുത്തിട്ട്, വരയില്ലാത്തൊരു പുസ്തകം എടുത്തിട്ട് നമ്മുടെ ആഗ്രഹം നമ്മളതിൽ എഴുതുക. ഒരു ദിവസം 21 തവണ ഒരേ കാര്യം എഴുതണം. ഒരു ദിവസം 21 തവണ ഒരേ കാര്യം. അപ്പം നമുക്ക് വീടാണെങ്കിൽ നമുക്ക് ആ വീട് കിട്ടിയ പോലെ വേണം എഴുതാൻ. നമ്മളൊരിക്കലും നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ, ഈ എഴുതുന്ന കാര്യത്തിൽ നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. എൻ്റെ പുതിയ വീട്ടിൽ ഞാൻ താമസം തുടങ്ങി, അല്ലെങ്കിൽ എനിക്കൊരു പുതിയ വാഹനത്തിൽ ഞാൻ ഇന്നടത്ത് പോയി, അല്ലെങ്കിൽ എൻ്റെ ബാങ്കിൽ ഇത്ര രൂപ എനിക്ക് വന്നു, അല്ലെങ്കിൽ സാലറി ഇത്ര കൂടി എന്നുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതുക. എങ്കിൽ മാത്രമല്ലേ നമുക്ക് നെഗറ്റീവ് രാവിലെ തന്നെ ഇത്രയും വെളിച്ചമാകുമ്പോൾ രാവിലെ എണീറ്റിട്ട് ഈ നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ എഴുതി നെഗറ്റിവിറ്റി ആകർഷിക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാക്കി മാറ്റി അത് നമ്മൾ ഈ പുസ്തകത്തിൽ എഴുതുക. 21 തവണ എഴുതണം. ഇത് 21 ദിവസം എഴുതണം. ഈ ഒരു കാര്യം, നമ്മുടെ ആഗ്രഹം എന്താണോ ഒരേ ആഗ്രഹം തന്നെ എന്നും എഴുതണം. നമ്മൾ ഇന്നൊന്ന് നാളൊന്നും അങ്ങനെ എഴുതരുത്. ഇന്ന് എഴുതിയ ആഗ്രഹം തന്നെ 21 ദിവസവും തുടർച്ചയായിട്ട് നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കുക. ആ ഒരു കാര്യം നമുക്ക് കിട്ടിയിരിക്കും. പക്ഷേ വേറൊരു കാര്യമുണ്ട്. നമുക്കിപ്പോൾ പണം വേണം, പണം കിട്ടിയാലേ കടം വീട്ടാൻ പറ്റുള്ളൂ. അത് വിചാരിച്ചിട്ട് നമ്മൾ ജോലിയൊന്നും ചെയ്യാണ്ട് വെറുതെ ഇത് രാവിലെ എണീറ്റു കുളിച്ചു ശുദ്ധമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു ഇത് എഴുതി മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുക. എന്ത് ജോലിയോ ആവട്ടെ, നമുക്കിപ്പോൾ ഇത്തിരി വരുമാനം കുറവുള്ള ജോലിയോ എന്തോ ആവട്ടെ, അല്ലെങ്കിൽ ഇത്തിരി ജോലി ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടോ പ്രയാസമോ ഒക്കെ ഉണ്ട് തന്നെ വയ്ക്കുക. എന്നാലും നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. എനിക്ക് നല്ലൊരു കാലം വരാനുണ്ട് എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ ഓരോ ദിവസവും ഈ കാര്യം ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മുടെ വിശ്വാസമാണ് ഏറ്റവും വലുത്. ആത്മവിശ്വാസത്തോടു കൂടി ചെയ്യുക. ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന ജോലികളും അതോടൊപ്പം ചെയ്യുക. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ആത്മാർത്ഥതയും ആത്മവിശ്വാസവും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ കാര്യം കിട്ടിയിരിക്കും.
ഇത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. പണ്ടത്തെ എത്രയോ അനുഭവസ്ഥരായിട്ടുള്ള ആളുകളുണ്ട്. ഈ രാവിലെ നമ്മൾ ഓരോ പ്രാർത്ഥനകളും പൂജകളൊക്കെ നമ്മൾ അതിരാവിലെ ചെന്നയല്ലേ ചെയ്യാറ്. അതിനൊക്കെ അതിൻ്റേതായ ഒരു സത്യമായിട്ടൊരു വശം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഇതുപോലെ ഒന്ന് എഴുതി നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളത് നിരവധി ആളുകൾക്ക് അനുഭവമുള്ള കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളും നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ എഴുതിയൊന്ന് സമർപ്പിച്ച് നോക്കൂ. ആഗ്രഹം നടന്നിരിക്കും. വിശ്വാസത്തോടു കൂടി ചെയ്യണമെന്ന് മാത്രം. ആത്മാർത്ഥതയോടുകൂടി ചെയ്യണം. ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകണം. നമ്മുടെ ജീവിതം ഏറ്റവും നല്ല രീതിയിലേക്ക് മാറും അല്ലേ. ഓരോ കാര്യം നമ്മൾ ചെയ്യുന്നതും നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നല്ല നല്ല മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാവണം അല്ലേ. നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യം അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത ഇതൊക്കെ നമുക്ക് ഇന്നത്തെ പോലെ ആവരുത് നാളെ എന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. നമ്മുടെ കുട്ടികളുടെ കാര്യമാണെങ്കിലും ഇന്നത്തേക്കാൾ നല്ല നിലയിൽ നാളെ അവരാവണം. അതല്ലേ നമ്മുടെ ആഗ്രഹം. അപ്പോൾ ഈ മാറ്റം തീർച്ചയായിട്ടും നമ്മളെ കുടുംബത്തിലേക്ക് വന്നോളും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ ചെയ്യുക, ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുക, ഏറ്റവും നല്ല വിശ്വാസത്തോടു കൂടി ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കൂ. എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും നമ്മളെ കുടുംബത്തിന് മേതുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.